ആദ്യ സിനിമ ഫസ്റ്റ് ബെല്ല് ആണെങ്കിലും അതിന് പിന്നാമ്പുറത്തൊരു കഥയുണ്ട്. ഇത് ആദ്യം ചെയ്യാനിരുന്നത് VR ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സംവിധായകനാണ്. ഗോപികൃഷ്ണ, അജിത്ത് എന്ന് പറഞ്ഞ 2 പ്രൊഡ്യൂസർമാർ, റോയി എന്ന് പറയുന്ന ഒരു ചേട്ടൻ എന്നെ അന്വേഷിച്ച് ഇതുപോലെ തന്നെ നായരമ്പലത്ത് വന്നിട്ട് ഇങ്ങനെ കഥ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഫെസ്റ്റിവലിൻ്റെ ഈ ഐഡിയ പറയുന്നു. അങ്ങനെ എന്നോട് എഴുതാൻ പറയുന്നു. ഞാൻ ക്യൂൻസ് ഹോട്ടലിൽ, എറണാകുളം ക്യൂൻസ് ഹോട്ടലിൽ ഇരുന്നിട്ടാണ് ഈ ഫെസ്റ്റിവലിൻ്റെ തിരക്കഥ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൽ മുകേഷായിരുന്നു നായകൻ. മുകേഷ്, രാജൻ പി ദേവ്, അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെ സിനിമ ഒരു ദിവസം ഷൂട്ടിംഗ് പൂർത്തിയായി. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് അറിയുന്നത് ഇന്ന് ഷൂട്ടിംഗ് ഇല്ല. കാരണം എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങൾ, എന്തോ സാമ്പത്തിക പ്രശ്നങ്ങൾ. ഈ അജിത്തും ഗോപികൃഷ്ണനും പാർട്ട്നേഴ്സായിരുന്നു. അവർ തമ്മിലുള്ള എന്തോ അഭിപ്രായ വ്യത്യാസങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തോ കാരണം സിനിമ മുന്നോട്ട് ഉദ്ദേശിച്ച ഫണ്ട് എന്തോ എൻ്റെ പ്രോബ്ലം ആയിരുന്നു എന്നാണ് എൻ്റെ ഊഹം. സിനിമ ഇനി മുന്നോട്ട് കൊണ്ടുപോകാണ്ട് ഇവിടെ വെച്ച് നിർത്താം എന്നുള്ള രീതിയിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്ത സിനിമ പിറ്റേ ദിവസം തന്നെ നിർത്തി പാക്കപ്പ് ചെയ്യുകയാണ്. 1-2 ദിവസം അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ധാരണയിൽ ഞങ്ങളൊക്കെ ആ ഹോട്ടലിൽ തന്നെ താമസിപ്പിച്ചു. അതിനുശേഷം ഓരോരുത്തരായിട്ട് പിരിയാൻ തുടങ്ങി. ആ സിനിമ വേണ്ടാന്ന് വെച്ച ഒരവസ്ഥയിലായി. അത് ആ പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നത്തിൽ അത് വേണ്ടാന്ന് തന്നെ അവർ തീരുമാനിച്ചു. ഞങ്ങളൊക്കെ തിരിച്ചു പോന്നു. പക്ഷേ ആ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ തന്നെ സ്ക്രിപ്റ്റിനെ കുറിച്ചൊരു നല്ല അഭിപ്രായം, ഒരു നല്ല സബ്ജക്റ്റാണ്, നല്ല ഹ്യൂമറുണ്ട് എന്നുള്ളൊരു സംസാരം ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ തന്നെ അത് രസകരമായിട്ട് ആ ഒരു ദിവസമാണെങ്കിൽ പോലും നാടക സ്റ്റേജിലെ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ ആദ്യ സിനിമ തന്നെ, ആദ്യമായിട്ട് എഴുതിയ സിനിമ തന്നെ ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് നിന്നുപോയ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 6-7 മാസം ഈ VR ഗോപാലകൃഷ്ണൻ തന്നെ അത് വീണ്ടും വേറെ പ്രൊഡ്യൂസർ സെറ്റപ്പിൽ അത് ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒന്നും നടക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചിത്രമായ കാഴ്ചക്കപ്പുറം എന്ന് പറയുന്ന സിനിമയിലേക്ക് നീങ്ങുകയും ആ സിനിമയുടെ ഷൂട്ടിംഗ് സംബന്ധമായിട്ട് പോവുകയും ചെയ്തപ്പോൾ എനിക്ക് കടുത്ത നിരാശയായിരുന്നു. കാരണം ഇനി അത് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ള അവസരത്തിലാണ് ഈ ഫസ്റ്റ് ബെല്ലിൻ്റെ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ട് വിശ്വംഭര സാറ്, അപ്പോൾ വിശ്വംഭര സാറിന് നേരത്തെ എനിക്ക് പരിചയമുണ്ട്. എൻ്റെ നാടകം സിനിമയാക്കാൻ വന്ന ആ സമയത്തുള്ളൊരു ബന്ധവും പരിചയവും ഉണ്ടായിരുന്നു. ഈ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയും ഞാനതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ്, കഥാ തിരക്കഥ സംഭാഷണം എഴുതിയ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് നൽകി. അതിന് ശേഷമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഫസ്റ്റ് ബെല്ല് എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. അന്ന് ഫസ്റ്റ് ബെല്ല് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ഏതാണ്ട് എൻ്റെയൊക്കെ തന്നെ പ്രായമുള്ള സജി എന്ന് പറയുന്ന ഒരു സുഹൃത്തായിരുന്നു. സജിയുടെ ആദ്യത്തെ സിനിമയായിരുന്നു ഫസ്റ്റ് ബെല്ല്. അപ്പോൾ ഞങ്ങൾ സമപ്രായക്കാരായതുകൊണ്ട് ഞങ്ങൾ വളരെ സൗഹൃദമായിരുന്നു. അതുകൊണ്ട് തന്നെ ശമ്പള കാര്യത്തിലൊന്നും ആ ഒരു തീരുമാനം നേരത്തെ ഒന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നില്ല. അന്ന് നാടകങ്ങൾ എഴുതിയാൽ എനിക്ക് ഒരു 25,000 രൂപയൊക്കെ ശമ്പളമായിട്ട് കിട്ടുന്ന ഒരു സമയത്താണ് ഇത് എഴുതുന്നത്, ഈ സിനിമ എഴുതുന്നത്. ആ സിനിമയിൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലം 20,000 രൂപയാണ്. 10,000 രൂപയുടെ ചെക്കും 10,000 രൂപ ക്യാഷായിട്ടും തന്ന 20,000 രൂപയാണ് ആദ്യ സിനിമയുടെ പ്രതിഫലം. പക്ഷേ ആ 10,000 രൂപയുടെ ചെക്ക് മടങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാനത് സജിയോട് പറഞ്ഞു, അത് പിന്നീട് നിനക്ക് കാശായിട്ട് തരാമെന്നൊക്കെ സജി പറഞ്ഞെങ്കിലും പിന്നീട് അവൻ്റെ ചില സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ ആ 10,000 രൂപയുടെ ചെക്ക് ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ പകുതി ശമ്പളം കിട്ടിയുള്ളൂ. മാത്രമല്ല ആ സിനിമയിൽ അതേപോലെ തന്നെ ക്രെഡിറ്റിൻ്റെ കാര്യത്തിലും പകുതി ക്രെഡിറ്റ് എനിക്ക് കിട്ടിയുള്ളൂ. കഥാ തിരക്കഥ സംഭാഷണം എഴുതി കാണിക്കേണ്ട സ്ഥലത്ത് കഥ മാത്രമേ എൻ്റെ പേരിൽ വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സങ്കടം ഞാൻ പറയാൻ ചെന്നത് മറ്റൊരു പ്രശസ്തനായ തിരക്കഥാകൃത്തിൻ്റെ അടുത്താണ്, ഡെന്നീസ് ജോസഫിൻ്റെ അടുത്താണ് ഞാൻ ചെന്നത്. കാരണം ഡെന്നീസ് ഏട്ടനെ എനിക്ക് 1-2 വേദിയിൽ വെച്ച് പരിചയമുണ്ട്. വേണുബി നായർ എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ടുള്ള വളരെ അടുത്ത സുഹൃത്താണ് ഡെന്നീസ് ഏട്ടൻ. അപ്പോൾ വേണുബി നായരാണ് എന്നോട് പറയുന്നത് നമുക്ക് ഡെന്നീസിനോട് അഭിപ്രായം ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഡെന്നീസ് ഏട്ടൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഡെന്നീസ് ഏട്ടനോട് ഞാൻ ഈ കഥയെല്ലാം പറഞ്ഞപ്പോൾ ഡെന്നീസ് ഏട്ടൻ പറഞ്ഞു, എടാ ഇത് സിനിമയിൽ ഇതൊക്കെ പതിവാണ്, അതൊന്നും നീ കാര്യമാക്കണ്ട, നിനക്ക് കഥയുടെ ക്രെഡിറ്റ് കിട്ടിയല്ലോ. എൻ്റെ ആദ്യകാലത്ത് കഥയുടെ ക്രെഡിറ്റ് പോലും കിട്ടാത്ത എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും സാരമില്ല, അതൊക്കെ നീ വിട്ടേക്ക്. നിൻ്റെ കയ്യിൽ പേനയില്ലേ, ആ പേനയുണ്ടെങ്കിൽ നിനക്ക് ഇനിയും എഴുതാം,
നീ എഴുത്തുകാരനാണെന്ന് തെളിയിക്കാൻ ആ പേന മാത്രം മതി. ഡെന്നീസ് ചേട്ടൻ അന്ന് പറഞ്ഞ ഒരു വാചകം എൻ്റെ മനസ്സിൽ ഒരു ആത്മധൈര്യവും ഒരു ചങ്കൂറ്റവും എനിക്ക് തന്ന വാക്കാണ് ഡെന്നീസ് ചേട്ടൻ എന്ന് പറഞ്ഞത്. ആ വാശിയോട് തന്നെയാണ് ഞാൻ പിന്നീട് പല സിനിമകളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതും പല സിനിമകൾ ഹിറ്റായപ്പോഴും ഡെന്നീസ് ചേട്ടൻ്റെ ആ വാക്കുകൾ ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ രണ്ടാമത്തെ സിനിമ കൗശലം എന്ന് പറയുന്ന സിനിമയാണ്. അത് ഉർവശിയും സിദ്ദിഖുമാണ് അതിൻ്റെ അകത്ത് പ്രധാന വേഷങ്ങൾ ചെയ്തത്. ഇന്നത്തെ ഫേമസ് ഡയറക്ടറായ AK സാജൻ്റെ കഥയാണത്. TS മോഹൻ എന്ന് പറയുന്ന സംവിധായകനാണത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ സിനിമയിലേക്ക് ഞാൻ ചെന്ന് പെട്ടതാണ്. കാരണം ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് അല്ല അത്. ആക്ച്വലി അത് വേറെ ഒരു റൈറ്റർ എഴുതിയിട്ട് ആ സിനിമ തുടങ്ങുകയും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് നിന്നു പോവുകയും സ്ക്രിപ്റ്റ് രണ്ടാമത് എഴുതണമെന്നുള്ളൊരു തീരുമാനം ഒക്കെ വന്നിട്ട് എന്നെ ആ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരുന്ന VR ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന റൈറ്റർ കം ഡയറക്ടറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, അപ്പോൾ എനിക്ക് അദ്ദേഹമായിട്ട് നേരത്തെ പരിചയമുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, AK സാജൻ്റെ ഒരു കഥയുണ്ട് പിന്നെ അത് സംഭവം കൊള്ളാം, അത് ഒരു പ്രത്യേകതയുള്ള കഥയാണ്, അത് ഒരു SIയുടെ കഥാപാത്രമാണ് സിദ്ദിഖ് അവതരിപ്പിക്കുന്നത്. അതായത് SI ആകാനായിട്ട് ആഗ്രഹിച്ച് സെലക്ഷൻ കിട്ടാതെ റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രം. അയാൾക്ക് പിന്നെ പോലീസ് സേനയോട് ഭയങ്കര വിദ്വേഷമാണ്. അർഹത ഉണ്ടായിട്ടും അയാൾക്ക് SI ആയിട്ട് സെലക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെ പോലീസുകാർക്ക് തലവേദനയാകുന്ന ഒരു കള്ളനായിട്ട് മാറുകയാണ്. അങ്ങനെ അയാൾ കള്ളനായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് പിന്നീട് SI ആയിട്ട് സെലക്ഷൻ കിട്ടുകയും അയാൾ മോഷണം നടത്തിയിരുന്ന സംഭവങ്ങളൊക്കെ തന്നെ അയാൾക്ക് അന്വേഷിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു രസകരമായിട്ടുള്ളൊരു പ്ലോട്ടാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് എഴുതണം എന്ന് പറഞ്ഞിട്ട് എന്നെ VR ഗോപാലകൃഷ്ണനാണ് ആ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് എറണാകുളത്തെ എലൈറ്റ് ഹോട്ടലിൽ ഇരുന്നിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഈ കഥയുടെ ഒരു രൂപമൊക്കെ പറഞ്ഞു, ഒരു റഫായിട്ടുള്ളൊരു ഓർഡറും VRG എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് എഴുതാനായിട്ട് കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനത് അറിയുന്നത്. പ്രശസ്തനായ ഞാനൊരു സഹോദരനെ പോലെ കാണുന്ന ശ്രീ ബാലനയമ്പിള്ളി എന്ന് പറയുന്ന നാടകൃത്തായിരുന്നു ആ പ്രോജക്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ബാലേട്ടനെ ഞാൻ വളരെ ഒരു ഗുരുസ്ഥാനത്തൊക്കെ കണ്ടിരുന്ന ഒരു റൈറ്ററാണ്. ഞാനൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത് തൊട്ട് തന്നെ ബാലനയമ്പിള്ളിയുടെ നാടകങ്ങൾ കാണുകയും അദ്ദേഹമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധവും അദ്ദേഹത്തിൻ്റെ ഏകാംഗ നാടകങ്ങളിൽ വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തോ ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുകയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ അവർ പറഞ്ഞ ഒരു ലൈനിൽ വീണ്ടും എഴുതാനായിട്ട് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാലേട്ടൻ എഴുതാൻ ആലോചിച്ചാണ് എഴുതിയിരുന്നതാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആദ്യത്തെ ആ ഒരു ദിവസം ഷൂട്ടിംഗ് നിന്നുപോയ പടം പിന്നീട് എന്തുകൊണ്ട് ബാലേട്ടൻ തന്നെ ചെയ്യുന്നില്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബാലേട്ടനെ സമീപിച്ചു. ബാലേട്ടനോടും ചോദിച്ചു, ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എഴുതാനായിട്ട്, പക്ഷേ ഞാനിപ്പോഴാണ് അറിയുന്നത് ബാലേട്ടൻ എഴുതിയിരുന്ന ഒരു പ്രോജക്റ്റാണത്. പക്ഷേ അതിൽ നിന്നെല്ലാം കഥ മാറിയിട്ട് ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഞാനിപ്പോൾ ഞങ്ങൾ ആലോചിച്ചൊരു ട്രാക്ക് ബാലേട്ടൻ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞു, ഇതൊന്നും ആയിരുന്നില്ല, ഞാൻ വേറെ രീതിയിലായിരുന്നു, പക്ഷേ ഞാനത് സിങ്കാവില്ലടാ, അത് അവരായിട്ട് ഇനി യോജിച്ച് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനത് ഇനി ആ പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചേക്കാണ്. അത് നീ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം, നീ ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ബാലേട്ടൻ തന്നെ അത് ചെയ്ത് കൊടുക്കുക അവർക്ക്, കാരണം ഞാൻ ഇനി അത് കമ്മിറ്റ് ചെയ്യുന്നില്ല, ബാലേട്ടൻ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ ആ പ്രോജക്റ്റിലേക്ക് ഇനി ഇല്ല, നീ അത് ചെയ്താൽ എനിക്ക് അത്ര സന്തോഷം, അത് നീയാണല്ലോ ചെയ്യുന്നതെന്നുള്ളൊരു സന്തോഷമെങ്കിലും എനിക്കുണ്ടാവും, അതുകൊണ്ട് നീ നിർബന്ധമായിട്ടത് അവർക്ക് എഴുതി കൊടുക്ക്, ഞാനതിൻ്റെ അകത്ത് ഇനി എന്തായാലും അവരായിട്ട് സിങ്കാകില്ല എന്ന് പറഞ്ഞിട്ട് ബാലേട്ടൻ്റെ ഒരു അനുവാദം കിട്ടിയതിന് ശേഷമാണ് ഞാനത് കമ്മിറ്റ് ചെയ്തും എഴുതുകയും ചെയ്തത്. അത് കോഴിക്കോട് മഹാറാണിയിലാണ് ഞങ്ങളൊന്ന് താമസിക്കുന്നത്. ആ കോഴിക്കോട് പരിസരങ്ങളിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ട് അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അന്ന് ഉർവശി നാരായം എന്ന് പറയുന്ന സിനിമയിൽ പാരലായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥയുടെ പോർഷനെല്ലാം കേൾക്കാൻ വേണ്ടി, നാളത്തെ ഷൂട്ടിംഗ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി നാരായത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഉർവശി ഫോൺ ചെയ്തിട്ട് എന്നോട് നാളെ എടുക്കുന്ന സീനുകൾ ഏതാണെന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാനാണ് ഈ സീനുകളെല്ലാം ഉർവശിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നതും ഡിസ്കഷനെല്ലാം നടത്തുന്നതും. അങ്ങനെ സിദ്ദിഖ് ഉർവശി എന്ന് പറയുന്ന ഈ രണ്ട് ആർട്ടിസ്റ്റുകളുമായിട്ട് ആ സിനിമയിലൂടെ ഒരു സൗഹൃദം ഉണ്ടാക്കാനും പിന്നീട് സിദ്ദിഖേട്ടൻ പിന്നീട് എൻ്റെ പല ചിത്രങ്ങളിലും നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക്
ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും എൻ്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്തിട്ടുള്ള എൻ്റെ നാട്ടുകാരനും സഹോദര സ്ഥാനത്ത് കാണുന്ന വ്യക്തിയുമാണ് സിദ്ദിഖേട്ടൻ. ഉർവശിയും സിദ്ദിഖിനെയും കൂടാതെ അതിൻ്റെ അകത്ത് ശ്വേതാമേനോൻ ഉണ്ടായിരുന്നു സിനിമയിൽ, കൂടാതെ സൈനുദ്ദീൻ ഉണ്ടായിരുന്നു. സൈനുദ്ദീൻ എൻ്റെ ഫസ്റ്റ് ബെൽ എന്ന സിനിമയിലുണ്ടായിരുന്നു. അതിനുശേഷം സൈനുദ്ദീൻ ചെയ്യുന്ന പടമാണ് ഈ കൗശലം. അപ്പോൾ സൈനുദ്ദീനായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ്. ലൊക്കേഷനിലെല്ലാം നല്ല തമാശകൾ പറയുകയും സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന ഒരാളാണ് സൈനുദ്ദീൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തമാശകൾ ഞങ്ങൾ വട്ടം കൂടി ഇരുന്നിട്ട് ഒഴിവ് വേളയിലൊക്കെ സിദ്ദിഖും ഉർവശിയും ഈ സൈനുദ്ദീനും ഞങ്ങളെല്ലാം ചേർന്നിട്ട് ഇദ്ദേഹം പറയുന്ന തമാശകളെല്ലാം കേട്ട് വളരെയധികം ചിരിക്കാറുണ്ട്. പിന്നീട് സൈനുദ്ദീൻ ഈ ലോകം വിട്ടുപോയപ്പോൾ പലപ്പോഴും അദ്ദേഹം പറഞ്ഞ തമാശകൾ പല സെറ്റുകളിൽ അന്ന് സൈനുദ്ദീൻ പറഞ്ഞ തമാശയാണെന്ന് പറഞ്ഞിട്ട് ഈ സിദ്ദിഖേട്ടനൊക്കെ വീണ്ടും ആവർത്തിക്കാറുണ്ട്. അപ്പോൾ സൈനുദ്ദീൻ്റെ ഒരു ഓർമ്മ എപ്പോഴും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ടിരുന്നത് ഈ സൈനുക്ക പറഞ്ഞ തമാശകളിലൂടെ തന്നെയാണ് സൈനുദ്ദീനെ ഞങ്ങൾ എപ്പോഴും ഓർമ്മിക്കുന്നതും. കൗശലം റിലീസ് ചെയ്തതിന് ശേഷം അതൊരു ഹിറ്റിലേക്ക് പോയില്ല. അത് വളരെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പരാജയപ്പെട്ട, ഞാൻ എഴുതിയേക്കുന്നതിൽ ഒരു പരാജയപ്പെട്ട ലിസ്റ്റിൽപ്പെടുത്താവുന്ന സിനിമയാണ് കൗശലം. സഞ്ചാരം 18ാം വോളിയം പെൻ ഡ്രൈവിൽ. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 93 ഞാൻ കൗശലം എഴുതുന്നത്. കൗശലം കഴിഞ്ഞിട്ട് എനിക്കൊരു ഗ്യാപ്പ് വന്നു. ഒരു 2 വർഷത്തെ ഗ്യാപ്പ് വരാനുണ്ടായ കാരണം, ഞാൻ പാരലായിട്ട് നാടകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണത്. ഒരു വർഷം തന്നെ ഒരു 4-5 നാടകങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, നാടകങ്ങൾ എഴുതേണ്ട സമയമാണ്. അപ്പോൾ നാടകങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ട് നാടകങ്ങൾ എഴുതാൻ തുടങ്ങുന്ന ഒരു സമയത്തായിരിക്കും വേറെ സിനിമകളുടെ ഓഫറുകൾ വരുന്നത്. അപ്പോൾ ഞാൻ ആ ഓഫർ എടുക്കാറില്ല. കാരണം 4 നാടകങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഭാരിച്ച ഉത്തരവാദിത്വം കൊണ്ട് നാടകങ്ങളുടെ പേര് നേരത്തെ കൊടുത്തിട്ടുണ്ടാവും, അനൗൺസ് ചെയ്തിട്ടുണ്ടാവും, നാടകങ്ങൾ പലയിടത്തും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിൽ ഒരു സിനിമ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയവും ഒക്കെ സിനിമയ്ക്ക് വേണ്ടി വരും. അപ്പോൾ ഒരിക്കലും ഞാനങ്ങനെ ഈ നാടകം എഴുതുന്നതിൻ്റെ ഇടയിൽ സിനിമ വന്നാൽ ഞാൻ കമ്മിറ്റ് ചെയ്യാറില്ല. അത് ഒത്തിരി നല്ല അവസരങ്ങൾ എനിക്ക് IVC സാറിൻ്റെയും ഹരിഹരൻ സാറിൻ്റെയൊക്കെ പ്രോജക്റ്റ് വന്നിട്ട് എനിക്കത് കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ ആദ്യം ഏറ്റെടുത്ത ഉത്തരവാദിത്തപ്പെട്ട കാര്യം ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. പിന്നെ ഈ നാടകം എഴുതി കഴിഞ്ഞിട്ടുള്ള ഒരു ജൂലൈ തൊട്ട് ഒരു ഫ്രീ ടൈമുണ്ട്. ജൂലൈ തൊട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി വരെ നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലാണ് ഞാൻ എത്തിയിരുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ വരുന്ന, ആ സമയങ്ങളിൽ വരുന്ന പടങ്ങൾ ഞാൻ കമ്മിറ്റ് ചെയ്യും. ആ സമയത്ത് സിനിമ എഴുതി തീർത്തതിന് ശേഷം വീണ്ടും ഒരു ജനുവരി കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി, മാർച്ച് തൊട്ട് നാടകങ്ങൾ എഴുതി തുടങ്ങണം. എന്നാലേ ആ സീസണിലേക്കുള്ള നാടകങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നാടകവും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ഏതാനും മാസങ്ങൾ നാടകങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഏതാനും മാസങ്ങൾ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതിനുശേഷം ആണ് എനിക്ക് ഈ പറഞ്ഞ ഒരു സിനിമ എഴുതാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സമയത്തിലാണ് പെട്ടെന്ന് ജയരാജിൻ്റെ ഒരു കോൾ എനിക്ക് വരുന്നത്. അപ്പോൾ ജയരാജായിട്ട് എനിക്ക് നേരിട്ട് പരിചയമില്ല. ജയരാജ് എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്, കോട്ടയത്ത് വരാമോ? അദ്ദേഹത്തിൻ്റെ വീടൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, കോട്ടയത്ത് തറവാട് വീട്. ഞാൻ ജയരാജനെ ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ കാണുന്നു. അന്ന് ജയരാജും വളരെ പ്രശസ്തനായി ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ കണ്ടുമുട്ടി ഏതാനും മിനിറ്റുകൾ സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ നല്ല സൗഹൃദത്തിലായി. അപ്പോൾ ജയരാജ് പറഞ്ഞു, ഇങ്ങനെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ കയ്യിൽ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു ബാൻഡ് സെറ്റുകാരുടെ ഒരു ലൈഫ് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത് ഇന്നസെൻ്റ് ഏട്ടൻ തന്നെ പറയും, ഇന്നസെൻ്റ് ഏട്ടൻ്റെ കഥയാണ്. അപ്പോൾ നമുക്ക് അത് ആ ബാൻഡ് സെറ്റുകാരുടെ ജീവിതം, അത് ഒരു പള്ളിയുടെ അന്തരീക്ഷത്തിൽ നമുക്കത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഞങ്ങളത് ആലോചിച്ചു. ബെന്നി ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ ഇരുന്നാലോ എന്ന് വെച്ചിട്ട് അന്ന് പിരിഞ്ഞതിന് ശേഷം ഞാൻ ഒരാഴ്ച താമസിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് ജയരാജിൻ്റെ അടുത്ത് ചെല്ലുകയും ജയരാജിൻ്റെ വീടിനോടനുബന്ധിച്ച് ഒരു ഔട്ട് ഹൗസിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും ഞങ്ങൾ ഈ ബാൻഡ് സെറ്റിൻ്റെ ബാൻഡ്
അവരുടെ ജീവിത പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു കഥ ആലോചിക്കുകയും അവിടെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ നടക്കാനിറങ്ങും. അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത്. അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ ഏകദേശം ഒരു സബ്ജക്റ്റിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങളത് പിരിയുകയും ചെയ്തു. പിന്നെ കുറച്ച് നാൾ ആ സബ്ജക്റ്റുമായിട്ട് ഇന്നസെൻ്റായിട്ട് സംസാരിച്ചുവെങ്കിലും അതിൻ്റെ സെറ്റപ്പ് എല്ലാം മൊത്തം മാറി. ആദ്യം പ്ലാൻ ചെയ്ത സെറ്റപ്പൊക്കെ മാറുകയും പല കാരണങ്ങളും കൊണ്ട് അത് നടക്കാതെ പോയി. ആ ജയരാജ് വേറെ പടത്തിലേക്ക് പോയി. ആ പ്രോജക്റ്റ് പിന്നെ നടക്കുമെന്ന് തന്നെ ഉദ്ദേശിക്കാത്ത രീതിയിലേക്ക് അത് നീങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേണുബി നായർ എന്നെ സമീപിക്കുന്നത്. വേണുബി നായർ ഇതെങ്ങനെ കേട്ടറിഞ്ഞ് ഇന്നസെൻറ്റിൻ്റെ ഒരു കഥ ഞങ്ങൾ പണ്ട് ആലോചിച്ചിട്ട് ജയരാജായിട്ട് ആലോചിച്ചിട്ട് ഡ്രോപ്പ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് വേണുബി നായർ എന്നെ സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ ജയരാജനെ വിളിച്ച് അനുവാദം ചോദിച്ചപ്പോൾ ജയരാജന് പിന്നെ വേണമെങ്കിൽ ചെയ്തോ, ഏതായാലും പ്രോജക്റ്റ് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനത് വേണുബി നായർക്ക് കൊടുക്കാൻ പാലമറ്റം ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ പാലമറ്റം നല്ല ബാനറുള്ള കമ്പനിയാണ്, ഒരു ചിട്ടി കമ്പനിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പാലമറ്റം മജീദുക്ക, അദ്ദേഹത്തിൻ്റെ ദിലീപ് എന്ന് പറയുന്ന മകൻ, ഇവരെല്ലാം എന്നെ സമീപിക്കുകയും ഇന്നസെൻ്റ് ഏട്ടനായിട്ട് സംസാരിച്ചു. ഇന്നസെൻ്റ് ഏട്ടൻ ഓക്കെ പറഞ്ഞു. പക്ഷേ ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞു ഇരിങ്ങാലക്കുട ടി വിയിൽ നമുക്ക് കുറച്ച് ദിവസം ഇരിക്കാം, കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിങ്ങാലക്കുട ടി വിയിൽ ഞാനും വേണുബി നായർ കൂടി അവിടെ ഇരിക്കും. ഇന്നസെൻ്റ് ഏട്ടൻ രാവിലെ വീട്ടിൽ നിന്ന് വരും. ഞങ്ങൾ അവിടെ ആയിരുന്നു അതിൻ്റെ ചർച്ച. ഞാൻ ഇന്നസെൻ്റ് ഏട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്നസെൻ്റ് ഏട്ടൻ സിനിമയുടെ കഥ പറയുന്നതിനേക്കാൾ കൂടുതൽ അവിടെ നാട്ടിൽ നടന്ന രസകരമായ തമാശ കഥകളും ഞാൻ ഇന്നസെൻ്റ് എന്ന് പറയുന്ന അതിലുള്ള പല കാര്യങ്ങളും ഞങ്ങളോട് അന്ന് ഇരിങ്ങാലക്കുട ആ ടി വിയിലിരുന്ന് പങ്കുവച്ചിട്ടുള്ള കഥകളാണ്. അതൊക്കെ ഞങ്ങളന്ന് ചിരിച്ചു മറിയുകയും എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഞാൻ 1-2 സിനിമ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചില സൂത്രങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് ഇന്നസെൻ്റ് ഏട്ടനാണ്. അപ്പോൾ നമ്മളൊരു മാറ്റർ ഒരു സീനായിട്ട് എഴുതി കഴിയുമ്പോൾ അത് ആ മാറ്റർ കൺവേ ചെയ്യുന്ന രീതിയിൽ എഴുതി കഴിയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് കഥ പറയുന്ന ഒരു രീതി വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില സൂത്രങ്ങളുണ്ട് തിരക്കഥയിൽ, അത് കൂടി നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും. അത് ഇങ്ങനെയാണ്, ഒരു സീനിൽ തന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ കണ്ടൻറ്റിൽ ഇങ്ങനെയുള്ള ചില സൂത്രപ്പണികൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സീന് ഇങ്ങനെയും കൂടി മാറ്റിക്കഴിഞ്ഞാൽ അതൊന്നും കൂടി നന്നാകുമെന്നൊക്കെ പറഞ്ഞ് സ്ക്രീൻ പ്ലേയിലുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഉപദേശിച്ച് തന്നത് ഇന്നസെൻ്റ് ഏട്ടനാണ്. അപ്പോൾ അത് വളരെ ഒരു റൈറ്റർ എന്ന രീതിയിൽ എനിക്കത് പെട്ടെന്ന് കൺസീവ് ചെയ്യാൻ പറ്റി. പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് കൺസീവ് ചെയ്യാൻ പറ്റി. ഞാൻ അപ്പോൾ അത്രയും കാര്യങ്ങൾ പിന്നീട് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാറുണ്ട്. അതനുസരിച്ചിട്ട് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങി. ഈ 2 ഗ്രൂപ്പ് ബാൻഡ് സെറ്റ്, ഒരു മാത്തുണ്ണി മാസ്റ്റർ എന്ന് പറയുന്ന വലിയ ബാൻഡ് വായനക്കാരനായിട്ടുള്ള കഥാപാത്രം ഇന്നസെൻ്റ് ഏട്ടനാണ് അവതരിപ്പിക്കുന്നത്. ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടെ ഒരു ജോലിക്കാരനെ പോലെ നിൽക്കുന്ന കഥാപാത്രമാണ് മുകേഷ്. അയാൾ ഈ ട്രംപറ്റ് തൊടാൻ പോലും ഒക്കെ സമ്മതിക്കില്ല, ഇതൊക്കെ തുടച്ച് വെക്കുക, ഒരു വീട്ടുവേലക്കാരനെ പോലെ നിൽക്കുന്ന ആളാണ്. അയാൾക്ക് ഇത് ട്രംപറ്റ് വായിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും അനുവദിക്കാറില്ല. ഇവർ 2 ഗ്രൂപ്പായിരുന്ന ബാൻഡ് സെറ്റുകാർ പരസ്പരം സ്പ്ലിറ്റാകുകയും അവർ പള്ളിപ്പെരുന്നാളിനെ 2 ഗ്രൂപ്പായിട്ട് വായിക്കും എന്നുള്ളൊരു തീരുമാനമൊക്കെ എത്തുകയും പ്രധാനപ്പെട്ട ഇതിൽ നിന്നുള്ള ആൾക്കാർ എതിർചേരിയിലേക്കൊക്കെ പോവുകയും ചെയ്യും. അങ്ങനെ ഇവിടെ ലീഡ് ചെയ്ത് വായിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഈ മുകേഷിൻ്റെ കഴിവ് കണ്ടെത്തുന്നത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ കഥാപാത്രം. അത് രാത്രിയിൽ ഇന്നസെൻ്റ് ഏട്ടൻ നിരാശനായിട്ട് വരുമ്പോൾ ഒരു ഏറുമാടത്തിൽ നിന്നിട്ട് മുകേഷ് മനോഹരമായിട്ട് ട്രംപറ്റിലൊരു കീർത്തനം വായിക്കുന്നത് കേട്ടിട്ട് അദ്ദേഹം ചെല്ലുകയാണ്. അപ്പോൾ മുകേഷ് ഇത് ഈ കണ്ടും കേട്ടും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് അവൻ്റെ കഴിവുകൾ അദ്ദേഹം കാണാതെ പോയതാണെന്ന് തിരിച്ചറിഞ്ഞ് അവനാ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പള്ളിപ്പെരുന്നാളിന് ഇവർ മത്സരിച്ച് വായിക്കുന്നതൊക്കെ അങ്ങനെ പോകുന്ന കഥയാണ്. അത് ആദ്യത്തെ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ആ പ്രോജക്റ്റ് എന്തൊക്കെയോ കാരണം കൊണ്ട് ഷെഡ്യൂൾ ബ്രേക്കായി. ആ സമയത്താണ് എൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പോൾ എൻ്റെ കല്യാണം നടക്കുമ്പോൾ അവിടെ ഗസ്റ്റായിട്ട് ഇന്നസെൻ്റ് ഏട്ടൻ വന്നിരുന്നു, ഇടവേള ബാബുരാജൻ, പിദേവ് സിദ്ദിഖി, ഇങ്ങനെ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ കല്യാണം കഴിഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ ആരംഭിച്ചു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു സിനിമ പുറത്തിറങ്ങാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയ സിനിമ ഇങ്ങനെ ഷെഡ്യൂളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഒരു പെണ്ണ് പുതിയതായിട്ട് കുടുംബത്തിലേക്ക് വരുമ്പോൾ കെട്ടി വന്ന് കയറുമ്പോൾ ആ പെണ്ണിൻ്റെ ഒരു ഐശ്വര്യം എന്നൊക്കെ കാരണന്മാർ പറയാറുണ്ട്.
അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും ടെൻഷനായിരുന്നു. എഴുതിയ പടം പല ഷെഡ്യൂളായി പോകുന്നു, ഇറങ്ങുന്നില്ലല്ലോ, തീരുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനായി. അതിങ്ങനെ വീണ്ടും നീണ്ട് പോവുകയും പിന്നീട് എനിക്ക് ആദ്യത്തെ കുട്ടി ജനിക്കുന്ന സമയത്താണ് ആ പടം റിലീസാകുന്നത്. പക്ഷേ ഭാഗ്യവശാൽ ആ വർഷം എനിക്ക് നാടകത്തിന് രചനക്കുള്ള അവാർഡ് ലഭിച്ചപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായി. കാരണം പടം ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ വന്നതിന് ശേഷം ഒരു അവാർഡ് ആദ്യമായിട്ട് ജീവിതത്തിൽ കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ അവൾ സന്തോഷിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബത്തിൽ കയറി വന്നൊരു പെണ്ണിൻ്റെ ഐശ്വര്യം ആ അവാർഡ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കീർത്തനം പിന്നെയും ഒരു ഷെഡ്യൂളും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അത് പൂർത്തിയാകുന്നത്. അങ്ങനെ പല ഷെഡ്യൂൾ കൊണ്ട് പൂർത്തിയാക്കിയ സിനിമയാണ്. പക്ഷേ എനിക്ക് ആ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള പാലക്കുറ്റം മജീദ് കെയുടെ മകൻ ദിലീപ് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾ പലപ്പോഴും ചെന്നൈയിലെല്ലാം ഒരു മുറിയിലാണ് താമസിച്ചതെന്ന് വെച്ചത്. അപ്പോൾ ദിലീപും ഞാനും അത്രക്ക് അടുത്ത സുഹൃത്തുക്കളായിട്ടാണ് ആ സിനിമയുടെ സെറ്റിലും ഒക്കെ ജീവിച്ചു പോന്നിരുന്നത്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ദിലീപ് എല്ലാ കാര്യങ്ങൾ എന്നോട് തുറന്നു പറയുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ പോലും. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ പാലമുറ്റം ചിട്ടി ഫണ്ട് എന്നുള്ള ചിട്ടി കമ്പനിക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പടം പൂർത്തിയാക്കാനായിട്ട് പിന്നീടുള്ള വർക്കുകൾക്കൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ എൻ്റെ ശമ്പളമൊന്നും ഞാൻ വാങ്ങിച്ചിരുന്നില്ല. മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശൊക്കെ ദിലീപ് തൽക്കാലത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ചില കാര്യങ്ങളെല്ലാം നടത്തി. അത്രക്ക് ഒരു പ്രൊഡ്യൂസറും റൈറ്ററും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ഉപരി വളരെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ളൊരു രീതിയിലായിരുന്നു ദിലീപ് ഞാനായിട്ടുള്ള ബന്ധം. പിന്നെ അവർ എൻ്റെ കല്യാണ ആൽബങ്ങളിൽ അവർ എപ്പോഴും അവരുടെ ഫോട്ടോസെല്ലാം ഇപ്പോഴും ഞാൻ കാണുമ്പോൾ ഞാൻ വേദനയോട് ഓർക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു 4-5 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് ദിലീപ് ഈ ലോകം വിട്ടുപോയി. അതിനുശേഷം പിന്നീട് ഞാൻ ആ ആൽബത്തിൽ, എൻ്റെ കല്യാണ ആൽബത്തിൽ ദിലീപിനെ കാണുമ്പോൾ കീർത്തനം എന്ന് പറയുന്ന സിനിമ എനിക്ക് നൽകിയ ഒരു വേദനയായിട്ട് തന്നെ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്.